അദർസുർ റാബിഅ ശരീഹുൽ ഖാളി. ഇത് പണ്ട് അറേബ്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ പ്രഗത്ഭനായ ഒരു ഖാളിയാണ്, ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സംഭവങ്ങളാണ് പറയുന്നത്. ഇസ്തറ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു വാങ്ങി ഫർസൻ, ഒരു കുതിരയെ, മിനൽ അറാബി, ഒരു അറാബിയിൽ നിന്നും ഒരു കുതിരയെ വാങ്ങി. വദഫഅ ലഹു സമനഹു, കുതിരയുടെ വില അയാൾക്ക് നൽകി. വബഅദ ഖലീലിൻ, അല്പം കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ച് ദിവസത്തിന് ശേഷം, ലഹറ ഫിൽ ഫറസി ഐബുൻ മിൻ ഐബുൻ, ആ കുതിരയിൽ ഒരു ഐബ് ഉണ്ടായി. ഐബ് മീൻസ് ഒരു ഡിഫക്റ്റ്, ഒരു ന്യൂനത. മനഅഹു മിനൽ ജറി, അതിനാൽ ആ കുതിരയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ഓടാനും ചാടാനും നടക്കാനൊന്നും കഴിയാത്ത രൂപത്തിലായി. ഫആദ ബിഹി ഉമർ ഇലാ സാഹിബിഹി, അങ്ങനെ ഉമർ അതിനെയും കൊണ്ട് അതിൻ്റെ വാങ്ങിയ ആളുടെ അടുക്കലേക്ക് പോയി, ആ അറാബിയുടെ അടുക്കലേക്ക് പോയി. വഖാല ലഹു, എന്നിട്ട് അയാളോട് പറഞ്ഞു, ഖുദ് ഫറസക, നിന്റെ കുതിരയെ നീ തന്നെ എടുത്തോളൂ. ഫഇന്നഹു മഈബുൻ, അതിന് ന്യൂനതയുണ്ട്. ഫഖാല അറാബി, അറാബി പറഞ്ഞു, ലാ ആഖുദുഹു യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ ഞാൻ അതിനെ എടുക്കുകയില്ല. ഉമർ ഭരണാധികാരിയാണ്, അതുകൊണ്ടാണ് അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുന്നത്. ഭരണാധികാരിയായിരിക്കുമ്പോൾ നടന്ന സംഭവമാണ്. വഖദ് ബിഅതുഹു ലക സ്വഹീഹൻ, ഞാൻ താങ്കൾക്ക് അതിനെ വിറ്റത് ആരോഗ്യവാനായിക്കൊണ്ടാണ്. സ്വഹീഹൻ, ആരോഗ്യവാനായിക്കൊണ്ട്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ പറഞ്ഞു, ഇജ്അൽ ബൈനി വ ബൈനക ഹകമൻ, അങ്ങനെയാണെങ്കിൽ എനിക്കും താങ്കൾക്കും ഇടയിൽ ഒരു വിധി നടപ്പാക്കാം. ഒരു വിധികർത്താവിനെ, ഒരു ന്യായാധിപനെ കണ്ട് നമുക്കിടയിൽ വിധി പറയാൻ നോക്കാം. ഫഖാല റജുലു, അപ്പോൾ റജുലു പറഞ്ഞു, യഹ്കുമു ബൈനന ശരീഹ് ഇബ്നു ഹാരിസിൽ കിന്ദി, നമുക്കിടയിൽ, അങ്ങനെയാണെങ്കിൽ നമുക്കിടയിൽ ശരീഹ് ഇബ്നു ഹാരിസിൽ കിന്ദി വിധി പറയട്ടെ. അദ്ദേഹം ഒരു ജഡ്ജാണ്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ പറഞ്ഞു, റളീതു ബിഹി, ഓക്കെ, അദ്ദേഹത്തെ ഞാൻ തൃപ്തിപ്പെട്ടു, നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് വിധി പറയിക്കാം. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. ഇഹ്തകമ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് വ സാഹിബുൽ ഫറസി, ഉമറും സാഹിബുൽ ഫർസ്, ആ കുതിരയുടെ ഓണറും, അതായത് പഴയ ഓണറും കൂടെ ഇഹ്തകമ, വിധി ആവശ്യപ്പെട്ടു. ഇലാ ശരീഹിൻ, ആരോട്? ശരീഹിനോട്, ശരീഹ് അൽ ഖാളിയോട്. ഫലമ്മ സമയ ശരീഹുൻ ഖൗലൽ അറാബി, ശരീഹ് അറാബിയുടെ വാക്ക് കേട്ടപ്പോൾ, ഇൽതഫത ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിലേക്ക് തിരിഞ്ഞു. വസഅല, എന്നിട്ട് ഉമറിനോട് അദ്ദേഹം ചോദിച്ചു, ഹൽ അഖദ്തൽ ഫറസ സ്വഹീഹൻ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ താങ്കൾ ഈ കുതിരയെ ആരോഗ്യവാനായിക്കൊണ്ടാണോ അദ്ദേഹത്തിൽ നിന്നും സ്വീകരിച്ചത്? ഹൽ അഖദ്ത, താങ്കൾ സ്വീകരിച്ചത് സ്വഹീഹൻ, സ്വഹീഹായിക്കൊണ്ടാണോ? അപ്പോൾ അജാബ് ഉമർ, ഉമർ മറുപടി പറഞ്ഞു, നാം, അതെ. ഫഖാല ശരീഹ്, അപ്പോൾ ശരീഹ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇഹ്തഫിൽ ബിമാ ഇസ്തറൈത യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ താങ്കൾ വാങ്ങിയത് താങ്കൾ തന്നെ സൂക്ഷിക്കുക. ഔ, അല്ലെങ്കിൽ അഇദുഹു, അദ്ദേഹത്തിനത് തിരികെ നൽകുക. കമാ അഖദ്തഹു, താങ്കൾ സ്വീകരിച്ചതുപോലെ. താങ്കൾ സ്വീകരിക്കുമ്പോൾ അതിന് ന്യൂനതയുണ്ടായിരുന്നില്ല, ഇപ്പോൾ ന്യൂനതയുണ്ടെങ്കിൽ അത് താങ്കൾ മാറ്റിയിട്ട് പഴയ പോലെയാക്കിയിട്ട് താങ്കൾ അദ്ദേഹത്തിന് തിരിച്ചു നൽകിക്കൊള്ളൂ. എന്ന് വെച്ചാൽ, വാങ്ങുന്ന സമയത്ത് ആരോഗ്യ പ്രശ്നമില്ല, പിന്നീട് വന്നാൽ അതിൻ്റെ ഉത്തരവാദി വിറ്റയാളല്ല. ന്യായമാണ്. ഫ നളറ ഉമർ ഇലാ ശരീഹിൻ മുഅജബൻ, അത്ഭുതപ്പെട്ടുകൊണ്ട് ഉമർ അദ്ദേഹത്തെ നോക്കി. വക്കാൽ, എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, ഉമർ ആരാണ്? വലിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് തൻ്റെ കീഴിൽ ജീവിക്കുന്ന ഒരു ന്യായാധിപൻ വിധി പറഞ്ഞിരിക്കുന്നത്. വ ഹലിൽ ഖലാഉ ഇല്ലാ ഹാക്കദ, ഉമർ അദ്ദേഹത്തോട് പറയുകയാണ്, ഹലിൽ ഖലാഉ ഇല്ലാ ഹാക്കദ, ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് വിധി? ഇതാണ് ഏറ്റവും നല്ല വിധി. ഈ പ്രശ്നത്തിൻ്റെ, ഈ ഒരു വിഷയത്തിൽ ഏറ്റവും നല്ല വിധിയാണ് ഇതിലെ. ഇതിലപ്പുറം എന്ത് വിധിയാണ് പറയേണ്ടത്? ഖൗലുൻ ഫസ്ലുൻ, വ്യക്തമായ വാക്കുകൾ. ജഡ്ജിയോട് പറയുകയാണ്, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. വഹുക്കുമു അദ്ലിൻ, നീതിയുടെ വിധിയാണ് താങ്കൾ പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സിർ ഇലാ കൂഫത്ത, താങ്കൾ കൂഫയിലേക്ക് പോവുക. ഫഖദ് വല്ലൈതുക ഖലാഅഹ, അവിടുത്തെ ഖലാ, അതായത് അവിടുത്തെ വിധികർത്താവായിക്കൊണ്ട് ഞാൻ താങ്കളെ നിയമിച്ചിരിക്കുന്നു. ഉമറിന് ഇദ്ദേഹത്തെ നന്നായി ബോധിച്ചു. ഭരണാധികാരിക്കെതിരെയായിട്ട് പോലും അദ്ദേഹം എന്തു ചെയ്തില്ല? മറുപുറം നിൽക്കുന്ന ആൾ കേവലം ഒരു അറാബിയാണല്ലേ, എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ വിധി പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചു. എന്ന് വെച്ചാൽ, ഇനി ആരെയും പേടിക്കാതെ അയാൾ വിധി പറയും. അതുകൊണ്ട് ഉമർ അദ്ദേഹത്തെ എന്ത് ചെയ്തു? കൂഫയിലെ ന്യായാധിപനാക്കി നിയമിച്ചു. ഇനി മറ്റൊരു സംഭവം.
മറത്തൻ ഒരിക്കൽ ഫുഖിദ അലിബിന് അബി താലിബ് റളിയല്ലാഹു ദിർഅൻ ലഹു, അലി റളിയല്ലാഹുവിന് അദ്ദേഹത്തിന്റെ ഷീൽഡ് പരിച നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പടയങ്കി നഷ്ടപ്പെട്ടു. സുമ്മ വജദഹ ഫി യദി റജുലിൻ മിൻ അഹ്ലി ദിമ്മ, പിന്നെ അത് അദ്ദേഹം ഒരു അഹ്ലു ദിമ്മത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ കണ്ടു. അലി റളിയല്ലാഹു അൻഹുവും ഖലീഫയായിരിക്കുമ്പോൾ നടന്ന സംഭവമാണിത്. ഉമറിന്റെ ശേഷം ഉസ്മാൻ, അദ്ദേഹത്തിന്റെ ശേഷം അലി വന്നപ്പോഴും ഇദ്ദേഹം തന്നെയാണ് കൂഫയിലെ ജഡ്ജ്, ആര് തന്നെ, ശരീഹ തന്നെ. ആ സമയത്ത് അലിയുടെ ഒരു പടച്ചട്ട നഷ്ടപ്പെട്ടപ്പോൾ അത് പിന്നീട് ഒരു അഹ്ലു ദിമ്മത്തിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ കണ്ടു. ആരാണ് അഹ്ലു ദിമ്മത്ത്? ഇസ്ലാമിക സാമ്രാജ്യത്തിൽ കഴിയുന്ന മുസ്ലിങ്ങളല്ലാത്ത വിഭാഗക്കാർക്കാണ് അഹ്ലു ദിമ്മത്ത് എന്ന് പറയുന്നത്. അവർ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. ഓക്കെ, അയാൾ എന്താണ് ചെയ്യുന്നത്? യബീഉഹ ഫി സൂഖിൽ കൂഫ, കൂഫയിലെ മാർക്കറ്റിൽ അദ്ദേഹം ആ പടച്ചട്ട വിൽക്കുകയാണ്. ഫലമാർ അഹ, അലി അത് കണ്ടപ്പോൾ അറഫഹ, അലി അതിനെ തിരിച്ചറിഞ്ഞു. ഇത് തന്റെ ദിറാണല്ലോ. വക്കാല, എന്നിട്ട് അലി അദ്ദേഹത്തോട് പറഞ്ഞു, ഹാദിഹി ദിറഇ, ഇതെന്റെ ദിറാണ്. സഖത്തത് മിൻ ജമലിൻ ലി, എന്റെ ഒട്ടകപ്പുറത്ത് നിന്നും അത് താഴെ വീണതാണ്. ഫി ലൈലത്തിൻ കഥ, ഇന്നേ രാത്രി, ഡേറ്റ് പറഞ്ഞു കൊടുത്തു. വഫി മക്കാനിൻ കഥ, ഇന്നേ സ്ഥലത്ത്, വീണ സ്ഥലവും വീണ സമയവും ഒക്കെ അലി പറഞ്ഞു. ആ സമയത്ത് അവിടെ വീണു പോയതാണ്, എന്റേതാണിത്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. ഫക്കാല ദിമ്മിയു, അപ്പോൾ ആ ദിമ്മി പറഞ്ഞു, അഹ്ലു ദിമ്മത്ത് അതിൽപ്പെട്ട ഒരാൾക്ക് ദിമ്മിയുൻ എന്ന് പറയും. ബൽ ഹിയ ദിറഇ, അല്ല ഇത് എന്റെ ദിറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വഫി യദി യാ അമീർ അൽ മുഅ്മിനീൻ, ഇത് എന്റെ കയ്യിലുള്ളതാണ്, ഇത് താങ്കളുടേതല്ല. ഫക്കാല അലി, അപ്പോൾ അലി പറഞ്ഞു, ഇന്നമാ ഹിയ ദിറഇ, ഇതെന്റെ ദിറാണ്. ലം അബിഅഹ, ഞാൻ അത് വിറ്റിട്ടില്ല. വലം അഹിബ്ഹ ലി അഹദിൻ, ഞാനത് ഒരാൾക്കും നൽകിയിട്ടുമില്ല. വഹബ, നൽകി. ലം അഹിബ്, ഞാൻ നൽകിയിട്ടില്ല. അതിനെ അതിനെ ലി അഹദിന്, ഒരാൾക്കും. ഹത്താ തൊസീറയിലേക്ക, അത് താങ്കളിലേക്ക് എത്തുന്ന തരത്തിൽ ഞാൻ ഒരാൾക്കും അതിനെ നൽകിയിട്ടില്ല, ഞാൻ വിറ്റിട്ടുമില്ല, അതുകൊണ്ട് അത് എന്റേതാണ്. ഫക്കാല ദിമിയു, അപ്പോൾ ദിമി പറഞ്ഞു, ബൈനി വ ബൈനക ഖാദി അൽ മദീന, എന്നാൽ എനിക്കും താങ്കൾക്കും ഇടയിൽ ഈ പട്ടണത്തിലെ ന്യായാധിപനുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാം. ഫക്കാല അലി, അപ്പൊ അലി പറഞ്ഞു, അൻസഫ്ത, ഓക്കെ, താങ്കൾ ആ പറഞ്ഞത് ന്യായമാണ്. ഫഹലുമൈലേഹി, വരൂ നമുക്ക് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകാം. അങ്ങനെ ദഹബ അലിയിൻ വ ദിമ്മിയു, അലിയും ആ ദിമ്മിയും കൂടെ പോയി. ഇലാ ശരീഹുൽ ഖാദിയുടെ അടുക്കലേക്ക് പോയി. ഖാല അലി, അലി പറഞ്ഞു, ലഖദ് വജത്തു ദിറഇ, ഞാൻ എൻ്റെ ദിറഅ കണ്ടെത്തി. ഹാദിഹി, എൻ്റെ ഈ ദിറഅ ഞാൻ കണ്ടെത്തി. മഅ ഹാദ റജുൽ, ഇയാളുടെ അടുക്കൽ. വഖദ് സഖതത് മിന്നി ഫീ ലൈലത്തിൻ കദ വഫീ മക്കാനിൻ കദ, ഈ ദിറഅ എൻ്റെ കയ്യിൽ നിന്നും ഇന്നേ രാത്രി ഇന്നേ സ്ഥലത്ത് വീണു പോയതാണ്. ഫഖാല ശരീഹ് ദിമ്മിയോട് ചോദിച്ചു, വമാ തഖൂലു അൻത അയ്യുഹർ റജുൽ, താങ്കൾ എന്താണ് പറയുന്നത്? അലിയുടെ വാക്ക് ഞാൻ കേട്ടു, ഇനി താങ്കൾ പറയാനുള്ളത് പറയൂ. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, അദ്ദിറഉ ദിറഇ, ഈ ദിറഅ എന്റെ ദിറആണ്. വഹിയ ഫീ യദി, അത് എന്റെ കയ്യിൽ തന്നെ ഉള്ളതാണ്. അയാൾ പറഞ്ഞതിൽ ഉറച്ചു നിന്നു. ഇൽതഫത ശരീഹൻ ഇല അലി, അപ്പൊ ശരീഹ് അലിയിലേക്ക് തിരിഞ്ഞു. വക്കാല, എന്നിട്ട് അലിയോട് പറഞ്ഞു, ലാ ശക്ക ഇന്ദി, എനിക്കൊരു സംശയവുമില്ല. അന്നക സാദിഖുൻ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, താങ്കൾ സത്യസന്ധനാണ്, താങ്കൾ പറയുന്നത് സത്യമാണ് എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. വലാക്കിൻ, എന്നാൽ ലാ ബുദ്ദലക മിൻ ഷാഹിദൈനി, ഈ കുറ്റം, ഈ ഒരു പ്രശ്നം താങ്കൾ തെളിയിക്കാൻ താങ്കളുടെ അടുക്കൽ 2 സാക്ഷികൾ നിർബന്ധമായും വേണം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സാക്ഷികളില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇന്നത്തെ പോലുള്ള CCTV ദൃശ്യങ്ങളും മറ്റും അവിടെ ഇല്ല. സാക്ഷികൾ ഉണ്ടെങ്കിൽ മാത്രമേ കുറ്റം തെളിയിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ സത്യം പറയണം. അപ്പോൾ ഇയാൾ സത്യം പറയുന്നില്ല, അതുകൊണ്ട് താങ്കൾ സാക്ഷികളെ കൊണ്ടുവരൽ നിർബന്ധമാണ്. യഷ്ഹദാനി, സാക്ഷ്യം വഹിക്കുന്ന, അലാ സുഹത്തി മദ്ദഅയ്ത, താങ്കൾ വാദിച്ചതിന്റെ സുഹത്ത്, ശരി, സാക്ഷ്യം വഹിക്കുന്ന 2 സാക്ഷികളെ താങ്കൾ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ ഇതിൽ താങ്കൾക്ക് അനുകൂലമായി വിധി പറയാൻ കഴിയൂ. ഫഖാല അലിയുൻ, അപ്പോൾ അലി പറഞ്ഞു, നാം, ഓക്കെ, മൗലായ കുൻബുർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹം എൻ്റെ സാക്ഷിയാണ്. അതായത് അലിയുടെ കൂടെ ആ സമയത്ത് അദ്ദേഹവും ഉണ്ടായിരുന്നു. വലദി അൽ ഹസനും, അതേപോലെ എൻ്റെ മകനായ ഹസനും, ഈ 2 പേരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ 2 പേരും ഇത് കണ്ടിട്ടുണ്ട്.
യഷ്ഹദാനിലി, അവർ രണ്ടുപേരും എനിക്ക് വേണ്ടി സാക്ഷ്യം പറയും. ഫഖാല ശരീഹ്, അപ്പോൾ ശരീഹ് ഖാദി പറഞ്ഞു, വലാക്കിൻ, പക്ഷേ ഷഹാദത്തുൽ ഇബ്നി ലി അബീഹി ലാ തൂജസു യാ അമീറൽ മുഅ്മിനീൻ, മകൻ ഉപ്പാക്ക് വേണ്ടി സാക്ഷി പറയുന്നത് അനുവദനീയമല്ല അമീറുൽ മുഅ്മിനീനെ. സാക്ഷി പറയുമ്പോൾ രക്തബന്ധത്തിൽ പെടാത്ത ആളായിരിക്കണം. മകനെ കൊണ്ട് സാക്ഷി പറഞ്ഞാൽ ശരിയാവില്ല. ഫൽതഫത്ത് അലി റളിയല്ലാഹു അൻഹു ഇലാ ദിമ്മി, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ ദിമ്മിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഖാല പറഞ്ഞു. എന്ത് പറഞ്ഞു? ദിമ്മിയോട് പറഞ്ഞു, ഖുദ്ഹ, ഇത് താങ്കൾ എടുത്തോളൂ. ഫലൈസ ഇൻദി ഷാഹിദുൻ ഗൈറുഹുമ, ഇവർ രണ്ടുപേരുമല്ലാത്ത ഷാഹിദ്, സാക്ഷി എൻ്റെ കയ്യിലില്ല. ഫഖാല ദിമ്മിയു, അപ്പോൾ ദിമ്മി പറഞ്ഞു, വലാകിന്നി, എന്നാൽ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ബി അന്ന ദിർഅ ലക, ഈ ദിർഅ താങ്കളുടേതാണ് എന്ന്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, ഈ ദിർഅ താങ്കളുടേതാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കാമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. സുമ്മ അല്ലാഹ് ഫഖായിലൻ, എന്നിട്ട് അദ്ദേഹം ഇത് കൂടെ കൂട്ടിച്ചേർത്തു, യാ അല്ലാഹ്, അല്ലാഹുവേ, അമീറുൽ മുഅ്മിനീൻ യുഖാലീനി അമാമ ഖാലിഹി, അമീറുൽ മുഅ്മിനീൻ തൻ്റെ തന്നെ ഖാലിയുടെ മുമ്പിൽ എന്നെ വിചാരണ ചെയ്യുന്നു. വ ഖാലിഹി യഖ്ലീലി അലൈഹി, എന്നിട്ടോ ആ ഖാലി, അദ്ദേഹത്തിന്റെ ഖാലി എനിക്ക് വേണ്ടി അദ്ദേഹത്തിനെതിരെ വിധി പറയുന്നു. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന ദീനല്ലദീ യഅ്മുറു ബിഹാദാ, ഈ കാര്യം കൊണ്ട് കൽപ്പിക്കുന്ന ദീന്, മതം, ലഹഖുൻ, അത് സത്യമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വ അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന്. വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ അദ്ദേഹം മുസ്ലിമായി. കാരണം എന്താണ്? ഇത്രയും മഹത്തായ ഒരു സംഭവം വേറെ എവിടെ നടക്കാനാണ്? ആ കാലഘട്ടത്തിൽ എവിടെയും നടക്കില്ല, അല്ലെ? ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ രാജാവാണ്. എന്നാൽ ഇസ്ലാമിക ലോകത്ത് ആ കാലഘട്ടത്തിൽ ജനാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. അലിയുടെയും ഉമറിന്റെയും അബൂബക്കറിന്റെയും ഉസ്മാന്റെയും കാലഘട്ടത്തിൽ, ഈ 4 ഖലീഫമാരുടെ കാലഘട്ടത്തിൽ, അവിടെയുള്ള എല്ലാ ജനങ്ങളും, ഖലീഫയാണെങ്കിലും പൊതുജനങ്ങളാണെങ്കിലും ഒരേപോലെയാണ് നിയമത്തിന് മുമ്പിലും മറ്റും. അപ്പൊ എല്ലാവർക്കും ഒരേ നിയമമാണ്. അതുകൊണ്ട് ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം, അതിനെതിരെ വിധി പറയാം. അങ്ങനെ സാക്ഷികളുടെയും ന്യായത്തിന്റെയും നീതിയുടെയും അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങൾ നടന്നിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അതിൽ ആകൃഷ്ടനായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഖാല അലിയൻ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമ്മ ഇന്നക ഖദ് അസ്ലംത, താങ്കൾ ഇസ്ലാം മതം സ്വീകരിച്ചതിനാൽ, ഫ ഇന്നി ഖദ് വഹബ്തുഹാ ലക, ഞാൻ അത് താങ്കൾക്ക് നൽകി, എന്ന് വെച്ചാൽ അതിർ ഇനി താങ്കൾ എടുത്തോളൂ. വ വഹബ്തു ലക മഅഹ, അതോടൊപ്പം ഞാൻ താങ്കൾക്ക് നൽകി, ഹാദൽ ഫർസ ഐലൻ, ഈ കുതിരയെ കൂടി ഞാൻ താങ്കൾക്ക് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു തന്റെ കുതിരയെ കൂടി അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. ഓക്കെ, ഇനി ആരാണ് ഈ ശരീഹ്? ലല്ല ശരീഹുൻ യഖ്ലി ബൈനൽ മുസ്ലിമീന, ശരീഹ് മുസ്ലിങ്ങൾക്കിടയിൽ വിധി പറഞ്ഞുകൊണ്ടിരുന്നു. നഹവം മിൻ 60 ആമൻ, 60 വർഷത്തോളം കാലം അദ്ദേഹം നീതിമാനായ ന്യായാധിപനായിട്ട് തുടർന്നു. വഖദ് അഖറഹു, അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി, ഫി മൻസിബിഹി, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത്, അതായത് കൂഫയിലെ ന്യായാധിപൻ എന്ന സ്ഥാനത്ത് അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി. കുല്ലു മിൻ ഉമർ, ഉമറും വ ഉസ്മാനും അലി, മുആവിയ, ഇവർ 4 പേരും അദ്ദേഹത്തെ കൂഫയിലെ വാലിയായിട്ട് സ്ഥിരപ്പെടുത്തി, കൂഫയിലെ ഖാദിയായിട്ട് സ്ഥിരപ്പെടുത്തി. മീൻസ് ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു കൂഫയിലെ ഖാദി. കമാ അഖറഹു, അതേപോലെ തന്നെ അദ്ദേഹത്തെ സ്ഥിരപ്പെടുത്തി മൻ ജാഅ ബഅദ മുആവിയ, മുആവിയക്ക് ശേഷം വന്ന ഭരണാധികാരികളും, അതായത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശേഷം വന്ന ഭരണാധികാരിയാണ് മുആവിയ. അദ്ദേഹത്തിന് ശേഷം വന്നവരും എല്ലാവരും ഇദ്ദേഹത്തെ അവിടുത്തെ ഖാദിയായിട്ട് തന്നെ തുടർത്തി. മിൻ ഖുലഫായി ബനി ഉമയ്യ, ബനി ഉമയ്യയിൽപ്പെട്ട മുആവിയയുടെ ശേഷം വന്ന എല്ലാവരും. ഹത്താ തലബ ശരീഹ്, ഏതുവരെ? ശരീഹ് ആവശ്യപ്പെടുന്നത് വരെ, ഇഅഫാഅഹു മിൻ മൻസിബിഹി, തന്റെ സ്ഥാനത്ത് നിന്നും നീക്കണം, ഈ ഖാദി സ്ഥാനത്തു നിന്നും എന്നെ നീക്കണമെന്ന് ശരീഹ് തന്നെ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ആരോട്? ഖിലാല വിലായത്തിൽ ഹജ്ജാജിന്റെ കാലഘട്ടത്തിൽ, ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിൽ. വകാന ഖദ് ബലഗ സാബിയത ബഅദൽ മിഅ, ആ സമയത്ത് അദ്ദേഹത്തിന് 107 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അത്രയും പ്രായമായിട്ടും ഭരണാധികാരികൾ ഇദ്ദേഹത്തെ തന്നെയാണ് ഖാദിയായിട്ട് അവിടെ നിലനിർത്തിയിരുന്നത്. എന്നാൽ 107 വയസ്സായപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ആ ഖാദി സ്ഥാനത്ത് നിന്നും വിരമിക്കുകയാണ് ചെയ്തത്. ഇനി അത്തദ്രീബാത്ത്, ആക്ടിവിറ്റീസ്. അജിബ് അനിൽ അസിലത്തിലാത്തിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. മാഹിയ ഖളിയത്തു ഉമർ മഅൽ അറാബി, ഉമറും അറാബിയും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു?
ലഹറ ഐബുൻ അലൽ ഫറസില്ലദി ഇസ്തറാഹു ഉമർ മിനൽ ആറാബി. ഉമർ ആറാബിയിൽ നിന്നും വാങ്ങിയ ഫറസിന്റെ മേൽ ഒരു ന്യൂനത വെളിപ്പെട്ടു. അതാണ് പ്രശ്നം. ബിമ ഇഖ്താറ ഉമർ. ഉമർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് ഷരീഹിനെ ലി മൻസിബിൽ ഖളായ്, വിധി പറയാൻ വേണ്ടി ഷരീഹിനെ ഉമർ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ലി അന്നൽ അറാബി, കാരണം അറാബി ഇഖ്തറഹ ഇസ്മഹു ലി ഉമർ, ഉമറിനോട് അദ്ദേഹത്തിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഉമർ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഉമറിന് വേണമെങ്കിൽ ഉമറിന് അറിയുന്ന ആളെ അല്ലെങ്കിൽ ഉമറിന്റെ വിശ്വസ്തനായ ഖാദിയെയൊക്കെ നിയമിക്കാം, എന്നിട്ട് ഉമറിന് അനുകൂലമായിട്ട് വിധിയൊക്കെ നേടാം. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നീതിയുടെ പക്ഷത്ത് നിന്നു. ഇനി ലിമാദ റഫള ശരീഹുൻ ഷഹാദത്തുൽ ഹസൻ. ശരീഹ് എന്തുകൊണ്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷ്യം നിരസിച്ചത്? റഫള ലി അന്നൽ ഹസന ഇബ്നു അലി, കാരണം ഹസൻ അലിയുടെ മകനാണ്, അതുകൊണ്ട്. ബിമ അസ്ലമ ദിമിയു. ദിമി എന്തുകൊണ്ടാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ്? അസ്ലമ ദിമിയു ലി അന്നഹു ഫഹിമ ലി അന്നഹു അലിമ അൽ അദാലത ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ നീതി അദ്ദേഹം മനസ്സിലാക്കി, അതുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്. മാദാ ഫഅല അലി ഇബ്നു അബി താലിബ് ഇൻദമാ അസ്ലമ ദിമിയു. ദിമി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അലി എന്താണ് ചെയ്തത്? ഇൻദമാ അസ്ലമ ദിമിയു, ദിമി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അഅത അലിയുൻ ദിർഅഹു ലഹു, അലി തന്റെ ദിർ അദ്ദേഹത്തിന് നൽകി. വ അഅത ഫറസൻ ലഹു, അദ്ദേഹത്തിന് ഒരു കുതിരയെ നൽകി. ഇനി ഉക്തുബുൽ മുഫ്രദ്. മുഫ്രദ് എഴുതണം. ഖുലഫ ഖലീഫത്ത് ഭരണാധികാരി, ബനൂന ഇബ്നുൻ മകൻ, ആബാ അബുൻ ഉപ്പ, അസ്വാഖുൻ സൂഖുൻ മാർക്കറ്റ്, ഷുക്കൂക്കുൻ ശക്കുൻ സംശയം, അദിയാനുൻ ദീനുൻ മതം, ഇബാദുൻ അബ്ദുൻ അടിമ, അഅ്വാമുൻ ആമുൻ വർഷം, മനാസിബു മൻസിബുൻ പദവി പോസ്റ്റ്, മുദുനുൻ മദീനത്തുൻ പട്ടണം. ഇനി ജംഅ. ഖാലി ഖുലാത്ത് ജഡ്ജസ്, ഹുക്കുമുൻ അഹ്കാമുൻ വിധികൾ, അമീറുൻ ഉമറാ നേതാക്കൾ, ഫർസുൻ അഫ്രാസ് അല്ലെങ്കിൽ ഫുറൂസ് എന്ന് പറയും കുതിരകൾ, യദുൻ ഐദി കൈകൾ, അഹ്ലുൻ അഹാലി ആളുകൾ, ദിർഉൻ ദുറൂഉൻ പടച്ചട്ടകൾ ഷീൽഡുകൾ, ലൈലത്തുൻ ലയാലി രാത്രികൾ, മക്കാനുൻ അമാക്കിനു അല്ലെങ്കിൽ അംകിനത്ത് സ്ഥലങ്ങൾ, റസൂലുൻ റുസുലുൻ ദൂതന്മാർ, വിലായാത്തുൻ സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങൾ സ്റ്റേറ്റുകൾ, പല ഒരു ഏരിയ അല്ലെങ്കിൽ ഭരണം, അങ്ങനെയുള്ള പല അർത്ഥവും വരും വിലായത്തിന്. ഖൗലുൻ അഖ്വാലുൻ വാക്കുകൾ. യുക്തുബുൽ ലിദ് എഴുതണം. ഇതിന് റളിയ തൃപ്തിപ്പെട്ടു എന്നതിന്റെ ലിദ് എന്താണ്? ഓപ്പോസിറ്റ്. വേണമെങ്കിൽ സഹിത്വ എന്ന് എഴുതിയോളൂ. മീൻസ് ദേഷ്യം പിടിച്ചു, അല്ലെങ്കിൽ ഗളബ ദേഷ്യപ്പെട്ടു. അജാബ മറുപടി പറഞ്ഞു. ലിദ് സഅല ചോദിച്ചു. ഇഹ്തഫല സൂക്ഷിച്ചു, അതിന്റെ ലിദ് എന്താണ്? ഫഖദ നഷ്ടപ്പെട്ടു. ഫുഖിദ അല്ലെങ്കിൽ ഇഹ്തഫലയുടെ ഫഖദ എന്നും പറയാം. പിന്നെ വേണമെങ്കിൽ ലയ്യ നഷ്ടപ്പെടുത്തി എന്ന് പറയാം. ഫുഖിദ നഷ്ടപ്പെട്ടു. വജദ കണ്ടു, നഷ്ടപ്പെട്ട കാര്യം കണ്ടെത്തി, അതിന് വജദ എന്ന് പറയും. അസ്ലമ ഇസ്ലാം മതം സ്വീകരിച്ചു. കഫറ നിഷേധിച്ചു. ഖലാലഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചു. അതിന്റെ ഓപ്പോസിറ്റ് ഖല അലൈഹി അദ്ദേഹത്തിന് എതിരായി വിധിച്ചു. ഖലീലുൻ അല്പം, കസീറുൻ ധാരാളം, മഈബുൻ ന്യൂനത, സ്വഹീഹുൻ ആരോഗ്യമുള്ളത്, അദലുൻ നീതി, ളുൽമുൻ അനീതി, ലൈലത്തുൻ രാത്രി, നഹാറുൻ പകല്, ശക്കുൻ സംശയം, യഖീനുൻ ഉറപ്പ്, സ്വാദിഖുൻ സത്യസന്ധൻ, കാദിബുൻ കളവ് പറയുന്ന ആള്. ഇനി ഇസ്തഖ മിൻ മാദത്തി കവല എന്ന വാക്കിൽ നിന്ന് വരുന്ന വാക്കുകളെ കൊണ്ട് പൂരിപ്പിക്കണം. അൽ കലിമാത്തുൽ മുനാസിബ. കവല മീൻസ് അതായത് പറഞ്ഞു എന്നുള്ള വാക്കാണ് കിട്ടേണ്ടത്. ഡേഷ് അർ റജുലു ലി സൗജതിഹി, അവിടെ കാല എന്നാണ് വെക്കേണ്ടത്. കാല റജുലു ലി സൗജതിഹി, അതായത് കൗല് മീൻസ് സംസാരം, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ. കാല, യഖൂലു, ഖായില് അതൊക്കെ അതിൽപ്പെടും. ഇവിടെ കാലയാണ് വരിക അല്ലെ. കാല റജുലു ലി സൗജതിഹി,
പുരുഷൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഹാദൻ അസഫർ, നാളെയാണ് യാത്ര എന്ന്. അടുത്തത്, മാ സമയത്തു ഖൗലൻ അഹ്സന മിൻ ഹാദ ഫി ഹയാത്തി, എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ നല്ല വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഖൗലൻ മനിൽ ഖായിലു, മൻ ഖാല എന്ന് പറഞ്ഞു. മൻ ഖാല അൽ ഇൽമു നൂറുൻ, അൽ ഇൽമു നൂറുൻ എന്ന് ആരാണ് പറഞ്ഞത്? ഇനി അതേപോലെ തന്നെ ഹക്കമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ഹക്കമൽ ഖാലി അല സാരിക്ക് ബിസിജിനി, ഖാലി മോഷ്ടാവിനെതിരെ തടവ് ശിക്ഷ വിധിച്ചു. ഹക്കമൽ ഖാലി, ഖാലി വിധിച്ചു അല സാരിക്ക്, മോഷ്ടാവിന് ബിസിജിനി, തടവ് ശിക്ഷ വിധിച്ചു. മനിൽ ഹാക്കിമുൽ ആദിലു, അവിടെ ഹാക്കിം എന്ന് വെക്കാം. ആരാണ് നീതിമാനായ ഭരണാധികാരി? അൽ ഹാക്കിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. മാ ഹുക്കുമുൽ ഖത്ലിൽ അംദ്, അൽ ഖത്ലുൽ അംദ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള കൊലപാതകം. മനഃപൂർവ്വമുള്ള കൊലപാതകത്തിന്റെ ഹുക്കും, വിധി എന്താണ്? അടുത്തത്, മൻ ഖാലല വലിമൻ, ആരോട് പറഞ്ഞു? ലാ ആഖുദുഹു യാ അമീറുൽ മുഅ്മിനീൻ വഖദ് ബിഅതുഹു ലക സ്വഹീഹൻ, ഇതാരാണ് പറഞ്ഞത്? ഖാലൽ അറാബി ലി ഉമർ, ഉമറിനോട് പറഞ്ഞാണ്. ഹൽ അഖദ്തൽ ഫറസ സ്വഹീഹൻ യാ അമീറുൽ മുഅ്മിനീൻ, ഇത് ഖാല ശരീഹുൻ ലി ഉമർ. വഹലിൽ ഖലാഉ ഇല്ലാ ഹകദ ഖൗലുൻ ഫസ്ലുൻ വഹുക്മു അദ്ലിൻ, ഇതോ ഖാല ഉമർ ലി ശരീഹ്. ബൽ ഹിയ ദിർഇ വഫി യദി യാ അമീറുൽ മുഅ്മിനീൻ, ഇതാരാ പറഞ്ഞത്? ഖാല ദിമ്മിയു ലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഖുദ്ഹാ ഫലൈസ ഇൻദി ഷാഹിദുൻ ഗൈറുഹുമാ, ഇതാരാ പറഞ്ഞത്? ഖാല അലിയുൻ ലി ദിമ്മിയി. ഓക്കെ, ഇംലയിൽ ഫറാഗ ബിൽ കലിമാത്തിൽ മുനാസിബ, നിയോജ്യമായ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പൂരിപ്പിക്കണം. ഈ ബ്രാക്കറ്റിൽ നിന്നാണ് വാക്കുകൾ എടുക്കേണ്ടത് പൂരിപ്പിക്കാൻ. അൽ ഇബ്ന്, സ്വഹീഹൻ, ഫറസൻ, ഹുക്മ്, മഈബ്, ദിർഅൻ. ഒന്നാമത്തത്, ഇസ്തറ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ അൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു വാങ്ങി ഫറസൻ, ഒരു കുതിരയെ. ഖാല ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ പറഞ്ഞു, ഖുദ് ഫറസക, നിന്റെ ഫറസനെ നീ എടുത്തോ. ഫഇന്നഹു മഈബുൻ, അത് ന്യൂനതയുള്ളതാണ്. സഅല ശരീഹ് ചോദിച്ചു, ഹൽ അഖദ്തൽ ഫറസ, നീ ഫറസിനെ എടുത്തോ. സ്വഹീഹൻ, അത് ആരോഗ്യവാനായിക്കൊണ്ട്. യാ അമീറുൽ മുഅ്മിനീൻ, അമീർ മുഅ്മിനീനെ, സ്വഹീഹൻ അവിടെ പൂരിപ്പിക്കുക. ഫുഖിദ അലിയുൻ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ദിർഅൻ ലഹു, അലി റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ദിർഅ നഷ്ടപ്പെട്ടു. നദറ ഉമർ റളിയല്ലാഹു അൻഹു മുഅജ്ജിബൻ വഖാല, അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഖൗലുൻ ഫസ്ലുൻ വഹുക്മു അദ്ലിൻ, നീതിയുക്തമായ വിധിയും നല്ല സംസാരവും. ഖാല ശരീഹ് പറഞ്ഞു, വലാകിന്ന ഷഹാദത്തൽ ഇബ്നി ലി അബീഹി ലാ തജൂസു, മകന്റെ സാക്ഷ്യം ജായിസല്ല. ഇംലൽ ഫറാബി ഹർഫി ജറിൻ മുനാസിബിൻ, അനുയോജ്യമായ ജറിന്റെ ഹർഫ് വെച്ച് പൂരിപ്പിക്കണം. സുമ്മ വജദഹ ബിയദി റജുലിൻ മിൻ അഹ്ലി ദിമ്മ, അഹ്ലി ദിമ്മത്തിന്റെ ആളുകളിൽപ്പെട്ട ഒരാളുടെ കയ്യിൽ അതിനെ അദ്ദേഹം കണ്ടെത്തി. പിന്നെ സിർ ഇലാ കൂഫത, നീ കൂഫയിലേക്ക് പോവുക. ഫഖദ് വല്ലൈതുക ഖലാഅഹ. അടുത്ത, ഇസ്തറ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫറസൻ മിനൽ അറാബി, അറാബിയിൽ നിന്നും ഫറസിനെ വാങ്ങി. വലാകിന്നക ലാ ബുദ്ദ ലക ഇലാ ഷാഹിദൈനി, താങ്കൾക്ക് രണ്ട് സാക്ഷികൾ ഉണ്ടാവൽ നിർബന്ധമാണ്. വലാകിന്നി അഷ്ഹദു ബി അന്ന ദിർഅ, ഈ ദിർഅ ലക താങ്കളുടേതാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ ബി അന്ന എന്ന് പറയണം. ഇനി റത്തിബിൽ കലിമാത്തിലാത്തിയ, താഴെയുള്ള വാക്കുകൾ ക്രമീകരിക്കണം. ഉമർ ഫറസൻ ഇസ്തറ മിനൽ അറാബി അമീറുൽ മുഅ്മിനീൻ, ഇസ്തറ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു ഫറസൻ മിനൽ അറാബി. അടുത്ത, ഖൗലുൻ ഫസ്ലുൻ അൽ ഖലാഉ വഹൽ ഇല്ലാ ഹകദ വഹുക്മു അദ്ലിൻ, അത് വഹൽ അൽ ഖലാഉ ഇല്ലാ ഹകദ ഖൗലുൻ ഫസ്ലുൻ വഹുക്മു അദ്ലിൻ. പിന്നെ ലാ തജൂസു ഷഹാദത്തുൽ ഇബ്നി വലാകിൻ ലി അബീഹി യാ അമീറൽ മുഅ്മിനീൻ, അതങ്ങനെ പറയും, യാ അമീറൽ മുഅ്മിനീൻ ലാ തജൂസു ഷഹാദത്തുൽ ഇബ്നി ലി അബീഹി. ആദ്യം വലാക്കിൻ വെച്ചോ, വലാക്കിൻ യാ അമീറൽ മുഅ്മിനീൻ, പക്ഷേ അമീറുൽ മുഅ്മിനീനെ, മകന്റെ വിധി ഉപ്പാക്ക് ജായിസല്ല. വഹുവ യഖ്ലി അമീറുൽ മുഅ്മിനീൻ അമാമ ഖാലിഹി ലി അലൈഹി യുഖാലിനി, അപ്പോൾ അമീറുൽ മുഅ്മിനീൻ യഖ്ലി, അമീറുൽ മുഅ്മിനീൻ വഹുവ യുഖാലിനി, അമീറുൽ മുഅ്മിനീൻ യുഖാലിനി അമാമ ഖാലിഹി
വഹുവ യഖ്ലീലി അലൈഹി, അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ. അമീറുൽ മുഅ്മിനീൻ യുഖാലീനി അമാമ ഖാലിഹി വഹുവ യഖ്ലി അലൈഹി. അടുത്ത ഖദ് വഹബ്തു ലക ഖദ് വഹബ്തുഹാ ലക ഖദ് അസ്ലംത വഹാദൽ ഫർസ അമ്മ ഇന്നക ഫഇന്നി. അമ്മ ഇന്നക ഖദ് അസ്ലംത, താങ്കൾ ഇസ്ലാം സ്വീകരിച്ചു. ഫഇന്നി ഖദ് വഹബ്തുഹാ ലക, അതുകൊണ്ട് ഞാനത് താങ്കൾക്ക് നൽകി. വഹാദൽ ഫർസ, ഈ കുതിരയെ നൽകി. ഖിലാല വിലായത്തി മിൻ മൻസിബിഹി, ഖിലാല വിലായത്തി മീൻസ് ഭരണത്തിനിടയിൽ. മിൻ മൻസിബിഹി തലബ ശരീഹ് അൽ ഹജ്ജാജ് ഇഅഫാഅഹു. തലബ ശരീഹുൻ ഇഅഫാഅഹു മിൻ മൻസിബിഹി ഖിലാല വിലായത്തിൽ ഹജ്ജാജി. ഹജ്ജാജിന്റെ ഭരണത്തിനിടെ ഖലീല് തന്റെ പോസ്റ്റിൽ നിന്നും തന്നെ നീക്കണമെന്ന് ആവശ്യപ്പെട്ടു. കുല്ലുമൻ അഖറഹു വ അലിയൻ വ മുആവിയ ഫി മൻസിബിഹി ഉമർ വ ഉസ്മാൻ. കുല്ലു മിൻ ആണ്, കുല്ലുൻ മിൻ ഉമറ വ ഉസ്മാന വ അലിയൻ വ മുആവിയ അഖറഹു ഫി മൻസിബിഹി. ഓക്കെ. ഉദ്കുർ ഖിസ്സത്തൻ അൻ ഖാദിൻ ആദിലിൻ അഖാമൽ അദ്ല ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ നീതി നടപ്പാക്കിയ ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ, ഏതെങ്കിലും ഒരു ജഡ്ജിയുടെ ഒരു കഥ എഴുതുക ഓർമ്മക്ക്. ഓക്കെ.